നമസ്കാരം, ജെൻസെൽട്ടൻ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തായി 5043 ആളുകൾ ഉൾപ്പെടുത്തി നടത്തിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ട് ഉറക്കത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന എല്ലാ വ്യക്തികൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയായി നമുക്ക് നമ്മുടെ ശരീരത്തെ സങ്കല്പിക്കാൻ പറ്റും. അതിൽ ഒരുപാട് ജീവനക്കാരുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ജീവനക്കാരാണ് ഹോർമോണുകൾ. ഈ ഹോർമോണുകൾ ചില തരത്തിലുള്ള രാസവസ്തുക്കളാണ്. ഈ രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഈ ഹോർമോണുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ശരീരത്തിൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മെലാറ്റോണിൻ. തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. രാത്രിയാവുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ശരീരത്തോട് വിശ്രമിക്കണമെന്നും ഇത് രാത്രിയാണെന്നും ഒക്കെ പറയുന്നത് ഈ ഹോർമോണാണ്. രണ്ടാമത്തേത് ശരീരത്തിൻ്റെ റിപ്പയർമാൻ എന്നൊക്കെ വിളിക്കാവുന്ന ഗ്രോത്ത് ഹോർമോണാണ്. ഈ ഹോർമോണും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രിയിലാണ്. ഈ ഹോർമോൺ നമ്മുടെ കോശങ്ങളെ റിപ്പയർ ചെയ്യുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവാനെല്ലാം സഹായിക്കുന്നു. കുട്ടികളിലും കൗമാരക്കാരിലും ഉയരം വെക്കാനും ഭാരം കൂടാനും ഒക്കെ സഹായിക്കുന്നത് ഈ ഹോർമോണാണ്. മൂന്നാമത്തേത് നമ്മുടെ ശരീരത്തിൻ്റെ മാനേജർ എന്നൊക്കെ വിളിക്കാവുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്ട്രെസ്സിനെ തരണം ചെയ്യാൻ ശരീരത്തെ സജ്ജമാക്കുന്നത് ഈ ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ശരീരത്തിൽ പൊതുവെ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് കുറവായിരിക്കും. ഇങ്ങനെ കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വിശ്രമം കൂടുതലായി കിട്ടും. ഈ ഹോർമോണുകളൊക്കെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനുണ്ട് നമുക്ക്, അതാണ് ലിവർ. നമ്മുടെ ശരീരത്തിൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലീനിങ് സ്റ്റാഫായി നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ ലിവർ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ അത് വേർതിരിച്ചെടുക്കുന്നു, അതുപോലെ വിഷാംശങ്ങളെ നശിപ്പിച്ചെടുക്കുന്നു. അടുത്ത ദിവസത്തേക്ക് നമ്മുടെ ശരീരം ക്ലീനാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. അതിന് പുറമേ ഇതിന് ഒരുപാട് ജോലികളുണ്ട്. ശരീരത്തിലേക്ക് വന്ന ഒരുപാട് ന്യൂട്രിയൻസിനെ വിഘടിപ്പിക്കാനും അതിനെ പല ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അനാവശ്യമായ എനർജി ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താനും എല്ലാം സഹായിക്കുന്നത് ലിവർ എന്ന ഓർഗനാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന പമ്പായി നമുക്ക് ഹൃദയത്തെ വിശേഷിപ്പിക്കാൻ പറ്റും. ഈ പമ്പ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് പകൽ സമയങ്ങളിലാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഈ പമ്പ് സ്ലോ ഡൗൺ ആവും. ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയുകയും അത് വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഒരു 100 മീറ്റർ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ വിശ്രമിക്കുമ്പോൾ, ആ ആശ്വാസമാണ് ഉറങ്ങുമ്പോൾ ഹൃദയത്തിന് കിട്ടുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെയാണ്. അതായത് ഏത് ഡിവൈസും കൂടുതലായി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അതുപോലെ അമിതമായി ഉറങ്ങിക്കഴിഞ്ഞാലും അതൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, പൊതുവെ അമിതമായി ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിലെ എനർജി അധികം ഉപയോഗപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടാനും ശരീരഭാരം കൂടുകയും അത് മുഖേന ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങളോ BP-യോ പ്രമേഹ രോഗങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ അത് കാരണമാവും. ഇനി മുമ്പ് പറഞ്ഞ പഠനത്തിൽ എന്താണ് നോക്കാം. 5043 ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് അവർ നൽകിയ ഉത്തരപ്രകാരം അവരെ 3 ഗ്രൂപ്പായി തരംതിരിച്ചു. ഒന്നാമത്തെ ഗ്രൂപ്പ് ഷോർട്ട് സ്ലീപ്പേഴ്സ്, രണ്ടാമത്തേത് നോർമൽ സ്ലീപ്പേഴ്സ്, മൂന്നാമത്തെ ഗ്രൂപ്പാണ് ലോങ് സ്ലീപ്പേഴ്സ്. നോർമൽ സ്ലീപ്പിംഗ് ചെയ്യുന്ന ആളുകൾ, അതായത് 76.1% ഉൾപ്പെടുന്ന ആളുകൾ മറ്റു 2 ഗ്രൂപ്പുകളേക്കാൾ കൂടുതൽ വെജിറ്റബിൾസും പഴങ്ങളും കൂടുതലായി കഴിക്കുന്നുണ്ട് എന്നായിരുന്നു റിസർച്ചിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ ഈ പഠനത്തിനൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ പഠനം ശരിക്കും ഒരു സെൽഫ് റിപ്പോർട്ടഡ് പഠനമാണ്. എന്ന് വെച്ചാൽ എന്താണ് ആ വ്യക്തികൾ, പങ്കെടുത്ത ആളുകൾ പറഞ്ഞത് അതനുസരിച്ച്, അല്ലാതെ റിസർച്ച് നേരിട്ട് ഒബ്സേർവ് ചെയ്ത് കണ്ടറിഞ്ഞ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് കൃത്യമായി പറയാൻ പറ്റില്ല പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിച്ചതുകൊണ്ടാണ് അവരുടെ ഉറക്കം നന്നായത് എന്നും അതധികം കഴിക്കാത്തത് കൊണ്ടാണ് അവരുടെ ഉറക്കം മോശമായത് എന്നുള്ളത്. എന്നാൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ ആഹാര രീതികളും ഉറക്കവും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതിൽ ആകെയുള്ളൊരു സംശയം ഇതിൽ ഏതാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് മോശം ആഹാരം കഴിച്ചത് കൊണ്ട് നമ്മുടെ ഉറക്കം മോശമായതാണോ, അല്ലെങ്കിൽ ഉറക്കം മോശമായതുകൊണ്ട് മോശം ആഹാര രീതി വന്നതാണോ? എന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം സ്ട്രെസ്ഫുൾ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് എനർജി ആവശ്യമാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ശരീരം ഏറ്റവും കൂടുതൽ ഹൈ കലോറിയും ഹൈ
ഫാറ്റും അതുപോലെ നല്ല ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങളിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയുടെയും പഴങ്ങളുടെയൊക്കെ ആഹാര രീതി നമ്മൾ പൊതുവെ കുറക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു ദിവസം ഒരു വ്യക്തി കഴിക്കുന്ന ആഹാരത്തിൽ 400 ഗ്രാമോളം പഴങ്ങളും പച്ചക്കറികളും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് പഠനങ്ങൾ പറയുന്നു നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെസ് ലെവൽ കുറക്കാൻ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് വഴി സാധിക്കുമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഒരു കാര്യം പറയാൻ പറ്റും, നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെസ് ലെവൽ കുറക്കാനും അതുപോലെ നമ്മുടെ ഉറക്കത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചിലപ്പോൾ ഇതിന് സാധിക്കാം എന്നുള്ളത്. തീർച്ചയായും അത് വീണ്ടും ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു വീഡിയോയിലൂടെ നല്ല ഉറക്കത്തിൻ്റെയും നല്ല ഭക്ഷണത്തിൻ്റെയും പ്രാധാന്യം നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് എഡ്യൂക്കേഷൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അടുത്ത നല്ലൊരു കണ്ടന്റുമായി വരാം. അതുവരേക്കും ഗുഡ് ബൈ.